ഇലോൺ മസ്കിന്റെ ഓരോ തീരുമാനങ്ങളും ഞെട്ടിപ്പിക്കുന്നവയാണ്. ഇപ്പോഴിതാ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായുള്ള വാർത്തകൾ പുറത്തുവരുന്ന സമയം കൂടിയാണ്. മുൻ നിശ്ചയിച്ചതിലും നേരത്തെ പ്രവർത്തനരഹിതമാക്കണം എന്നതാണ് സ്പേസ് എക്സ് ഉടമ ഇലോൺ മസ്കിന്റെ ആവശ്യം. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ISS അതായത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അതിന്റെ പ്രവർത്തനം 2030 അവസാനിപ്പിക്കാൻ നാസയും രാജ്യാന്തര പങ്കാളികളും തീരുമാനിച്ചിരുന്നു. അതിനിടയിലാണ് അതിനു മുമ്പേ തന്നെ പൊളിച്ചടുക്കണമെന്ന് മസ്ക് പറയുന്നത്. ട്രംപിന്റെ രണ്ടാം ഊഴത്തിൽ US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി വിഭാഗത്തിന്റെ തലവൻ കൂടിയാണ് ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ ഇലോൺ മസ്ക്. ഏതായാലും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഉദ്ദേശം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിനെക്കൊണ്ട് വലിയ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ISSന്റെ ഡി ഓർബിറ്റ് ആരംഭിക്കേണ്ട സമയം ആയിരിക്കുന്നു. ഇത് മാത്രമല്ല, ഇനിയുള്ള ലക്ഷ്യം അതായത് ചൊവ്വയെ കോളനിവൽക്കരിക്കണം എന്നതാണെന്നും മസ്ക് കണക്ക് കൂട്ടുന്നു. അതിനാണ് ഇനി ശ്രദ്ധ. നേരത്തെ പറഞ്ഞതുപോലെ 2030 അവസാനിപ്പിക്കാനാണ് നാസയും പങ്കാളികളായ കാനഡയും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയും ജപ്പാനും റഷ്യയും തീരുമാനിച്ചിരിക്കുന്നത്. ബഹിരാകാശ നിലയം ഡി ഓർബിറ്റ് ചെയ്യുന്ന ദൗത്യത്തിനായി ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിനെ നാസ ഇതിനോടകം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ഡി ഓർബിറ്റിന് 2030 വരെ കാത്തു നിൽക്കേണ്ടതിന്റെ ആവശ്യമില്ല എന്നതാണ് മസ്കിന്റെ വാദം. റഷ്യയുടെ നിലപാട് കൂടി എന്താണെന്ന് നോക്കാം. നേരത്തെ 2030 പൊളിക്കാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും 2028 പിന്മാറാൻ റഷ്യ ഇതിനോടകം തീരുമാനമെടുത്തിരുന്നു. ദൗത്യം പൂർണ്ണമാക്കാൻ തീരുമാനമെടുത്തെങ്കിലും ISSലെ ഗവേഷണവും സാങ്കേതിക വികസനവും പരിശീലനവും തുടരാൻ തന്നെയാണ് നാസയുടെ തീരുമാനം. താഴ്ന്ന ഭൂഭ്രമണ പഥത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതും മനുഷ്യർക്ക് താമസിക്കാനാകുന്നതുമായ ബഹിരാകാശ ഗവേഷണശാലയും നിരീക്ഷണ കേന്ദ്രവുമായാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പ്രവർത്തിക്കുന്നത്. ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ വലിപ്പമാണ് ഉള്ളത്. 109 മീറ്റർ നീളം, 73 മീറ്റർ വീതി, 4.5 ലക്ഷം കിലോഗ്രാം ഭാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിനുണ്ട്. ഭൗമ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള നിലയം മണിക്കൂറിൽ 27,000 കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. അമേരിക്കയുടെ നാസ, റഷ്യയുടെ RKA, ജപ്പാന്റെ ജാക്സ, കാനഡയുടെ CSA എന്നിവയും 11 യൂറോപ്യൻ രാജ്യങ്ങളിലെ ബഹിരാകാശ സംഘടനകളായ ESA എന്നിവ ചേർന്നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സ്ഥാപിച്ചത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.